ഇത്തവണ ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കൊല്ലം സമ്മേളനം അറിയപ്പെടാൻ പോകുന്നതും പാർട്ടിയുടെ ഒരു നയം മാറ്റം എന്ന തരത്തിലേക്ക് നവകേരള രേഖ അവതരിപ്പിച്ചിരിക്കുന്നു. അവിടെ സ്വകാര്യ മൂലധന നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നു. ഏത് തരത്തിലേക്ക് വിഭവ സമാഹരണം എന്നതിപ്പോൾ മുഖ്യമന്ത്രി മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സാധാരണക്കാരെ ഒരു തരത്തിലും ബാധിക്കാത്ത നിലയിലായിരിക്കും അത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം എന്ന തരത്തിലേക്ക് കൂടി ഇതിനെ വിലയിരുത്തപ്പെടേണ്ടതല്ലേ വിജയകുമാർ? അനുജ, CPM-ന്റെ എറണാകുളം സമ്മേളനത്തിലായിരുന്നു ഈ നവകേരള നയം എന്ന നിലയിൽ ആദ്യത്തെ രേഖ അവതരിപ്പിച്ചത്. അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് കൊല്ലം സമ്മേളനത്തിൽ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന ഈ പ്രത്യേക രേഖ അവതരിപ്പിച്ചത്. അതിന്മേൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുകയാണ്. രണ്ട് വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നുന്നത്. ഒന്ന് അധിക വിഭവ സമാഹരണം, മറ്റൊന്ന് മൂലധന നിക്ഷേപം. ഈ രണ്ടു കാര്യങ്ങളിലും പാർട്ടി നയത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു എന്ന മട്ടിൽ നടക്കുന്ന ചർച്ചകൾ ആദ്യം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായും തള്ളുകയാണ്. പാർട്ടി നയത്തിന് വിധേയമായാണ് നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന ഈ രേഖ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ പാർട്ടിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ പാർട്ടി നയത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ട് എന്ന ആക്ഷേപം അദ്ദേഹം പൂർണ്ണമായും നിരാകരിക്കുകയും ചെയ്തു. രണ്ട് വിഷയങ്ങൾ, ഒന്ന് മൂലധന നിക്ഷേപം വേണം, അത് ചരടുകളില്ലാത്ത മൂലധനം, അത് കേരളത്തിന്റെ പുതിയ വികസനത്തിന് വേണം. മറ്റൊന്ന് അധിക വിഭവ സമാഹരണം ലക്ഷ്യമാണ്. അധിക വിഭവ സമാഹരണം എന്ന് പറയുമ്പോൾ അത് പാവപ്പെട്ടവരെ ബാധിക്കുന്ന തരത്തിലാവില്ല. അങ്ങനെ സാർവത്രികമായി വിഭവ സമാഹരണം എന്നതല്ല പാർട്ടിയുടെ രീതി. അത് പണക്കാരിൽ നിന്ന് കൂടുതൽ വിഭവ സമാഹരണം എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഊന്നൽ അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. മറ്റൊന്ന് പ്രവാസികളിൽ നിന്നുള്ള നിക്ഷേപമാണ്. പ്രവാസികൾ വലിയ തോതിൽ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ സന്നദ്ധരാണ്. അവരുടെ മൂലധനം ആ വഴിക്ക് തിരിച്ചുവിടുക, സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തിന് വേണ്ടി പ്രവാസികളുടെ അവരുടെ നിക്ഷേപത്തെ അതിനെ ചാനലൈസ് ചെയ്യുക എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഊന്നൽ. അങ്ങനെ രണ്ട് വിഷയങ്ങൾ, വിഭവ സമാഹരണവും മൂലധന നിക്ഷേപവും, ഈ രണ്ട് വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ മറുപടി പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഏതാണ്ട് ഒരു 11:15 മുതൽ തുടങ്ങിയതാണ്. ഇപ്പോഴും ആ പ്രസംഗം തുടരുകയാണ്. അതിനുശേഷമാണ് ആ പുതിയ കമ്മിറ്റിയുടെ അവതരണം ഉണ്ടാവുക. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആ കമ്മിറ്റി അവതരിപ്പിക്കും. നേരത്തെ ആർ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ അതിൽ പ്രായ മാനദണ്ഡം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് പാർട്ടിയുടെ കമ്മിറ്റികൾ നേരത്തെ തന്നെ ചേർന്നിരുന്നു. ഇന്നത്തെ പ്രതിനിധി സമ്മേളനം 11 മണിക്കാണ് തുടങ്ങി. അതിനു മുമ്പ് തന്നെ പാർട്ടി നേതൃയോഗങ്ങൾ ചേർന്ന് അതിൽ അന്തിമ രൂപം നൽകിയിരുന്നു. അത് ഔദ്യോഗികമായി പ്രതിനിധി സമ്മേളനത്തെ അറിയിക്കുക എന്നതാണ് സാങ്കേതികമായി ഇനി ബാക്കിയുള്ളത്. അത് അല്പസമയത്തിനകം അതുകൂടി പൂർത്തിയാകും. അതോടുകൂടി സമ്മേളനത്തിന്റെ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കും. അതിനുശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട് പാർട്ടി സെക്രട്ടറി. അതിൽ അദ്ദേഹം അക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷമാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള CPM പ്രവർത്തകർ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കൊല്ലത്തേക്ക് എത്തുകയാണ്. ആശ്രമം മൈതാനി ഒരുപക്ഷെ ഒരു ചെങ്കടലായി മാറാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. അനുജ സൂചിപ്പിച്ചതുപോലെ CPM-നെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമാണ് കൊല്ലം സമ്മേളനം. കാരണം നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന ഈ രേഖ യഥാർത്ഥത്തിൽ കേരള വികസനത്തിന് CPM അതിന്റെ പ്രത്യയശാസ്ത്ര അതിന്റെ കടുംപിടുത്തങ്ങളിൽ നിന്നൊക്കെ മാറി കുറെ കൂടി ലിബറലായ നയങ്ങളിലേക്ക് പോകുന്നു. പാർട്ടി നയത്തിന് വിധേയമായി അതിന്റെ പരിപാടികളിലേക്ക് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നു. മൂലധന നിക്ഷേപത്തിനുള്ള വഴികൾ കൊണ്ടുവരുന്നു. വിഭവ സമാഹരണത്തിനുള്ള വഴികൾ കൊണ്ടുവരുന്നു. അതാണ് യഥാർത്ഥത്തിൽ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5:30ക്കാണ് അതിന്മേലുള്ള ചർച്ച പൂർത്തിയായത്. 27-28 പ്രതിനിധികൾ ആ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. വളരെ സജീവമായ ചർച്ച അതിൽ നടന്നിരുന്നു. ഒരുപക്ഷെ സാധാരണ CPM സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അതിലെ പുതിയ കമ്മിറ്റിയെ പറ്റിയാണ് അതിൽ ഏറ്റവും വലിയ ആകാംക്ഷ, ഉദ്വേഗമൊക്കെ ഉണ്ടാകാറുള്ളതെങ്കിൽ ഇത്തവണ അതിനപ്പുറത്തേക്ക് ഈ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന ഈ രേഖ മുന്നോട്ട് വയ്ക്കുകയും ആ രേഖയിന്മേൽ നടക്കുന്ന ചർച്ചയും അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന മറുപടിയുമാണ് ഏറ്റവും പ്രധാനമാകുന്നത്. ആ മറുപടി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ വൈകിട്ടത്തെ പൊതുസമ്മേളനത്തിലെ പ്രസംഗത്തിലും ഇതിന്റെ പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും അനുജ നേരത്തെ അത് സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ സമ്മേളനം ശ്രദ്ധയാകർഷിക്കാൻ പോകുന്നത് ഒരുപക്ഷെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനം ആ നിലയ്ക്ക് തന്നെയാണ് ശ്രദ്ധയാകാൻ പോകുന്നതും. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖയിന്മേൽ അതിൽ പ്രതിനിധികൾ ചില സംശയങ്ങളൊക്കെ ഇന്നലെ ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ സംസ്ഥാന സമ്മേളനത്തിന് സമാപനമാകും. പൊതുസമ്മേളനത്തോടെയാകും സമ്മേളനം അവസാനിക്കുക.